السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، وأفضل الصلاة وأتم السلام على سيدنا محمد أفضل رسل الله وعلى آله وأصحابه الفائزين برضا الله. പ്രിയമുള്ള സഹോദരങ്ങളെ, തറാവീഹ് നിസ്കാരത്തെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം പരിശോധിക്കുന്നത് സ്പീഡ് കൂടിയ തറാവീഹ് നിസ്കാരം എങ്ങനെ നമ്മൾക്ക് ബാത്തിലാകാതെ നിസ്കരിക്കാൻ പറ്റും എന്നതിനെ സംബന്ധിച്ചാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഫർദ് നിസ്കാരങ്ങൾ നമ്മൾ എങ്ങനെയാണോ നിസ്കരിക്കേണ്ടത് അതേ രൂപത്തിൽ തന്നെയാണ് സുന്നത്തുകളും നിസ്കരിക്കേണ്ടത്. നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഫർദുകൾ നോക്കും, നിസ്കാരത്തിൻ്റെ ഫയൽ നോക്കുമ്പോൾ ഫർദിൽ വല്ല വീഴ്ച ഉണ്ടെങ്കിൽ പിന്നെ മലക്കുകളോട് അല്ലാഹ് പറയുമോ അവൻ്റെ സുന്നത്ത് നിസ്കാരങ്ങൾ നോക്കൂ, എന്നിട്ട് ആ ന്യൂനതകൾ പരിഹരിക്കൂ എന്ന് പറയുമ്പോൾ ഫർദിലുള്ള ന്യൂനത പരിഹരിക്കാൻ പര്യാപ്തമായ ഒരു സുന്നത്ത് നിസ്കാരം ആവണ്ടേ? അതാണോ നമ്മുടെ സുന്നത്ത് നിസ്കാരം എന്ന് നമ്മൾ ആദ്യം ഒന്ന് വിലയിരുത്തണം. സുന്നത്തല്ലേ എന്ന നിലക്ക് നമ്മൾ മെയിൻറ്റ് ചെയ്യാറില്ല, പലതും നമ്മൾ ഒഴിവാക്കി കളയും. യാഥാർത്ഥ്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും തറാവീഹ് നിസ്കാരം ഇശ നിസ്കരിക്കുന്നത് പോലെ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ, ഒരു ഇമാമ് നിസ്കരിക്കുകയാണെങ്കിൽ അവൻ്റെ ബാക്കിൽ ആരെയും കാണത്തില്ല. ഇതാണ് ഇന്നത്തെ അവസ്ഥ. പിന്നെ ഖത്തം തറാവീഹിലൂടെ ഖത്തം തീർക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മുടെ നാട്ടിലിപ്പോൾ ഹാഫിളീങ്ങളൊക്കെ അധികരിച്ചത് കൊണ്ട് പല പള്ളികളിലും അങ്ങനെ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്നുണ്ട്, അത് നമ്മൾ വിസ്മരിക്കുന്നില്ല. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ നടക്കുന്ന തറാവീഹിനെ സംബന്ധിച്ചാണ് എൻ്റെ സംസാരം. അതുപോലെ തന്നെ UAE പല സ്ഥലത്തും നടക്കുന്ന തറാവീഹ് നിസ്കാരത്തെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. ഈ ഉള്ളവനും തറാവീഹ് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. ഇശ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുകയാണെങ്കിൽ ബാക്കിലൊരാളും കാണത്തില്ല. പരമാവധി സ്പീഡ് കൂട്ടിയിട്ടാണ് ഞാനും നിസ്കരിക്കുന്നത്. എന്നിട്ടും സ്പീഡ് പോരാ എന്നാണ് കംപ്ലൈൻറ്റ്. ഇതാണ് ഇന്നത്തെ ജനതയുടെ അവസ്ഥ. എല്ലാവർക്കും ധൃതിയിൽ കഴിയണം, തിരക്കാണ്, എല്ലാത്തിനും തിരക്ക്. ഈ ഒരു വിഷയത്തിൽ ഭയങ്കര തിരക്കാണ്. വേറെയുള്ളതിനൊക്കെ നമുക്ക് സമയമുണ്ട്. റബ്ബിൻ്റെ മുന്നിൽ നിസ്കരിക്കുന്ന ഈ നിസ്കാരത്തിന് ഭയങ്കര തിരക്കാണ്. അതിനോട് വന്നാൽ പിന്നെ യാതൊരു മനസമാധാനം കിട്ടുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. തീർച്ചയായും നിസ്കാരം അത് വലിയൊരു പ്രശ്നമാണ്, ഭാരമുള്ളൊരു സംഗതിയാണ്. ആർക്കൊഴികെ? ഇല്ലാ അലൽ ഖാശിഈൻ, ഭയഭക്തിയുള്ള ആളുകളുടെ മേലൊഴികെ. അല്ലദീന യളുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ. റബ്ബിനെ കണ്ടെത്തിക്കണമെന്നും റബ്ബിലേക്ക് മടങ്ങിപ്പോവാനുള്ളവരാണ് എന്നൊക്കെ ഉറപ്പിക്കുന്ന ഭയഭക്തിയുള്ള ആളുകളെ മേലൊഴികെ അവർക്കത് ഒരു പ്രയാസം ഉണ്ടാവില്ല. എത്ര നിസ്കരിച്ചാലും അവർക്കതൊരു ഭാരമായി തോന്നുകയില്ല. ഈ വിഭാഗത്തിലൊക്കെ ഇപ്പോൾ നമ്മളുണ്ടോ? അത്തരം വിഭാഗത്തിലൊന്നും നമ്മളാരുമില്ല. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ഇപ്പോൾ റമദാൻ മാസത്തിൽ ഒരു മാസം നമുക്ക് കിട്ടുന്ന തറാവീഹ് നിസ്കരിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. കൊല്ലത്തിലൊരിക്കൊരു മാസം. അത് നമ്മൾ കഴിവതും നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക.
ഫർദ് നിസ്കാരമായാലും സുന്നത്ത് നിസ്കാരമായാലും നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളും അതിൻ്റെ ഷർത്തും ഫർദും ഒക്കെ ഒന്ന് എല്ലാം ഒരുപോലെ തന്നെ. സുന്നത്താണ് എന്ന് വച്ചിട്ട് അതിൽ അളവൊന്നുമില്ല. എന്നാൽ പിന്നെ കുറേ സുന്നത്തുകളൊക്കെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒഴിവാക്കി നിസ്കാരം ബാത്തിലാകാത്ത രൂപത്തിൽ ഫർദും ഷർത്തുമൊക്കെ ഒപ്പിച്ച് നിസ്കരിക്കുക. അതതിനെ പറ്റിയാണ് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പം നിയ്യത്ത് വേണം. 2 റക്അത്തായിട്ടാണ് തറാവീഹ് നിസ്കരിക്കേണ്ടത്. 20 റക്അത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഈ 20 റക്അത്ത് 10 സലാമോട് കൂടിയാണ് നിസ്കരിക്കേണ്ടത്. അല്ലാതെ നിസ്കരിച്ചാൽ ശരിയാവില്ല എന്നാണ്. ഈ രണ്ട് അങ്ങനെ തന്നെ നിസ്കരിക്കണം. ഇതിൽ ഓരോ നിസ്കാരത്തിനും ഓരോ 2 കഴിഞ്ഞാൽ പിറ്റത്തെ 2 എല്ലാത്തിനും ആദ്യത്തെ റക്അത്തും രണ്ടാമത്തെ റക്അത്തും. അതിലെല്ലാം ഒടുവിലെ തഹിയ്യാത്തേ ഉള്ളൂ, ആദ്യത്തെ തഹിയ്യാത്തില്ല. എല്ലാം എല്ലാ 2 റക്അത്തും സലാം വീട്ടല്ലേ. സുബഹി നിസ്കാരം പോലെ തന്നെ ആദ്യത്തെ തഹിയ്യാത്തില്ലാത്ത നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. എല്ലാത്തിനും ഒടുവിലെ തഹിയ്യാത്താണ്. ഇനി നമ്മളെ വിഷയത്തിലേക്ക് കടക്കാം. നിയ്യത്ത് എന്താ വെക്കണത്? തറാവീഹിൽ 2 റക്അത്ത് സുന്നത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഇമാമോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് ഏകന് നിസ്കരിക്കുന്നവർ മറ്റൊരു ഇമാമായി നിസ്കരിക്കുന്നു ഇമാമും കരുതുക. ഇതെല്ലാ ഈ 2 റക്അത്തും കരുതണം. അതിങ്ങനെ നാവുകൊണ്ട് വിളിച്ചു പറയണമെന്നൊന്നുമില്ല. മനസ്സിലാ നിയ്യത്ത് ഉണ്ടായാൽ മതി. എന്നിട്ട് തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുക. തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലിയാൽ പിന്നെ ചെയ്യേണ്ടത് എന്താ? വജ്ജഹ്തു അല്ലെങ്കിൽ അതിന് പകരമായിട്ടുള്ളത് ഓതലാണ്. അത് പ്രധാന സുന്നത്താണ്, ഒഴിവാക്കൽ കറാഹത്താണ്. എന്നാൽ അതിന് സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ രൂപത്തിൽ ചെല്ലാനായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക്. അതിനിപ്പോൾ ഒട്ടും സമയം വേണോ? സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് എന്നെങ്കിലും ചൊല്ലിയിട്ട് പിന്നെ അതിന് ശേഷം അഊദു ഇല്ല. ഇത് എല്ലാ റക്അത്തിൻ്റെയും ആദ്യത്തെ റക്അത്തിൽ, എല്ലാ നിസ്കാരത്തിൻ്റെയും ആദ്യത്തെ റക്അത്തിൽ ഇത് രണ്ടും വേണം. ഏത് രണ്ടും? അത്തഹിയ്യാത്ത് അല്ല, വജ്ജഹ്തു എന്നുള്ളത് എല്ലാ റക്അത്തിലും വേണം. അല്ല, വജ്ജഹ്തു എന്നുള്ളത് ആദ്യത്തെ റക്അത്തിലാണ് വേണ്ടത്. വജ്ജഹ്തു അതേണ്ടതിലാണല്ലോ. അഊദു എല്ലാ റക്അത്തിലും വേണം. ശരിക്ക് വ്യക്തമായി മനസ്സിലാക്കി. ഞാൻ പറഞ്ഞത് വജ്ജഹ്തുവിന് പോലുള്ള സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക എന്നുള്ളത് എല്ലാ ആദ്യത്തെ റക്അത്തിലും. പിന്നെ അഊദു എന്നുള്ളത് ഫാത്തിഹൻ്റെ മുമ്പ് എല്ലാ റക്അത്തിലും സുന്നത്താണ്. അത് രണ്ടും ഒഴിവാക്കണ്ട. അപ്പം സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹ ഓതുക. ഫാത്തിഹൻ്റെ ഒക്കെ കഴിഞ്ഞ മട്ടം പോലെ ഓതണം. തെറ്റ് കൂടാതെ ഓതണം. സ്പീഡിൽ ഓതിയാലും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ശേഷം സൂറത്ത് ഓതണം. സൂറത്ത് ഇവിടെ സ്പീഡിൽ നിസ്കരിക്കുമ്പോൾ ചിലപ്പം ചില ആയത്തുകളായിരിക്കും ഓതുക. ചുരുങ്ങിയ ചില ആയത്തുകൾ, അല്ലെങ്കിൽ ഒരായത്ത്, ഇങ്ങനെയൊക്കെയാണ് ഓതുക. അല്ലെങ്കിൽ ചെറിയ സൂറത്തുകൾ. ഇങ്ങനെ ഓതുമ്പോൾ ഇമാമ് ഫാത്തിഹ ഓതിക്കഴിഞ്ഞതിന് ശേഷം മഅ്മൂം ഫാത്തിഹ തുടങ്ങിയാൽ അവനക്ക് ഫാത്തിഹ പൂർത്തിയാക്കാൻ കിട്ടാതെ വരും. ഫാത്തിഹ ആണെങ്കിലോ ഒഴിവാക്കാൻ ആർക്കും പറ്റൂല. ഇമാമിനും പറ്റൂല, മഅ്മൂമിനും പറ്റൂല. എല്ലാവർക്കും അത് ഫർദ് തന്നെയാണ്. പിന്നെ ഒഴിവാക്കാൻ പറ്റുന്നത് ആർക്കാണ്? പിന്തി തുടർന്ന ആൾക്ക് മാത്രമാണ്. ഇമാമിൻ്റെ കൂടെ ഉള്ള ആൾക്ക് അതിനൊന്നും വകുപ്പില്ല. അപ്പം അതിനെന്ത് ചെയ്യും മാർഗം? സൂറത്ത് ഓതിയതിന് ശേഷം പിന്നെ ഫാത്തിഹ തുടങ്ങിയാൽ ഇമാമിന് ഫാത്തിഹ കഴിഞ്ഞതിന് ശേഷം മഅ്മൂം ഫാത്തിഹ തുടങ്ങിയാൽ പൂർത്തിയാക്കാൻ കഴിയൂല. അപ്പോഴേക്ക് ഇമാം റുക്കൂയിലേക്ക് പോകും എന്ന് കണ്ടാൽ, അപ്പം അവിടെ ഇമാമിൻ്റെ ഫാത്തിഹ കുറച്ചാണ്ട് പോയിട്ട് മാലിക് യൗമിദ്ദീൻ എന്ന് എത്തിയാൽ നമ്മളെന്ത് ചെയ്യുക? ഫാത്തിഹ തുടങ്ങുക. മഅ്മൂം പിന്നിൽ നിൽക്കുന്നവർ ഫാത്തിഹ തുടങ്ങുക. ഫാത്തിഹ തുടങ്ങിയിട്ട് അവൻ്റെ സൂറത്ത് കഴിയുമ്പോഴേക്ക് നമ്മളെ ഫാത്തിഹ എങ്ങനെയായാലും തീരും. അങ്ങനെ റുക്കൂയിലേക്ക് പോവുക. റുക്കൂയിലേക്ക് പോയാൽ അവിടെ സുബ്ഹാനല്ലാഹി അസീം വബിഹംദിഹി ഒരു വട്ടെങ്കിലും പറയാം. 3 വട്ടം പറയാൻ പറ്റിയ അത്രയും നന്ന്. ഒരു പ്രാവശ്യമെങ്കിലും പറയാം. പിന്നെ അവിടുന്ന് കൊണ്ട് പോന്നാൽ പിന്നെ എഴുത്തിദാലാണ്. എഴുത്തിദാൽ വന്നിട്ട് റബ്ബനാ ലക്കൽ ഹംദു എന്നെങ്കിലും പറയാം. കൈയൊക്കെ തൂക്കിയിട്ട് നിന്നിട്ട്. പിന്നെ സുജൂദിലേക്ക് പോയിട്ട് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി ഒരു വട്ടെങ്കിലും പറയാം. പിന്നെ ഇരുത്തത്തിലേക്ക് വന്നിട്ട് റബ്ബി ഗ്ഫിർലി വർഹംനി എന്നെങ്കിലും പറയാം.
എന്നിട്ട് പിന്നെ രണ്ടാമത് സുജൂദിലേക്ക് പോയി സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഉയർന്നു വരിക രണ്ടാമത്തെ റക്അത്തിലേക്ക്. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് റുകൂഅ്, ഇഅ്തിദാല്, 2 സുജൂദ്, ഇടയിലിരുത്തം, ഇതിലൊക്കെ അനക്കമടങ്ങാ തുമനീനത്ത് എന്നൊരു ഫർളുണ്ട്. ഈ ഫർള് എങ്ങനെയായാലും നമ്മൾ ശ്രദ്ധിക്കണം. ഈ പെടുന്നതിനുള്ള നിസ്കാരത്തിൽ ഒരു റക്അത്ത് നിന്ന് പിന്നെ റുക്കൂലേക്കാണ് പോയി അവിടെ അനക്കം അടങ്ങിയില്ല, ഇഅ്തിദാലിലേക്ക് പോയി അവിടെ അനക്കം അടങ്ങിയില്ല, പിന്നെ സുജൂദിലേക്ക് പോയി അവിടെ അനക്കം അടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലായി പോകും. ചെല്ലലല്ല പ്രശ്നം അവിടെ. തസ്ബീഹ് ചൊല്ലിയാലും ചൊല്ലിയില്ലെങ്കിലും അനക്കം അടങ്ങൽ ഫർളാണ്. അപ്പം അതിന് പട്ടാളച്ചിട്ട നമ്മൾ പാലിക്കണം. പട്ടാളച്ചിട്ടങ്ങളുണ്ടല്ലോ, പട്ടാളച്ചിട്ട എന്ന് പറഞ്ഞാൽ അവയവങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ടുള്ള അനങ്ങാതെ ആ നില നമ്മൾ ഈ നിസ്കാരത്തിൽ പാലിക്കണം. പട്ടാളച്ചിട്ടയോടുകൂടി നിസ്കരിക്കണം. ഇനി രണ്ടാമത്തെ റക്അത്തിൽ നമ്മൾ പറഞ്ഞല്ലോ ഒടുവിൽ അത്തഹിയാത്താണ് ഓതേണ്ടത്. ഒടുവിൽ അത്തഹിയാത്ത് ഏശാക്ക് ഓതണമായിട്ട് നമ്മൾ പരിപൂർണമായിട്ട് ഓതാറില്ല. അപ്പം എത്ര കണ്ടെങ്കിലും ഓതണം എന്നതാണ് മിനിമം. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അത്തഹിയാത്ത് കഴിഞ്ഞ് ഈ സലാത്ത് ചെല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ, നബീൻ്റെ മേലെ സലാത്തായി. ഇനി കുടുംബത്തിനും കൂടി ചെല്ലണം. വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അപ്പം അതായി. പരിപൂർണ്ണമായിട്ട് ചെല്ലില്ലെങ്കിൽ അതെങ്കിലും ചെല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് വരെങ്കിലും ചൊല്ലിയിട്ട് പിന്നെ അതിനുശേഷം ഒരു ദുആ സുന്നത്തുണ്ട്. ആ ദുആ പരിപൂർണമായി ചെല്ലാൻ സൗകര്യം കിട്ടുന്നില്ല എന്നെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർലി എന്തെങ്കിലും പറഞ്ഞ് സലാം വിട്ടുക. ഇതാണിപ്പോൾ ചുരുങ്ങിയ രൂപം. ഇനിമഞ്ഞായി കുറക്കാൻ വയ്യ. ഈ നിലക്കെങ്കിലും നമ്മൾ തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി വല്ല സംശയങ്ങളുണ്ടെങ്കിലൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. ഉസ്താദ്മാരൊക്കെ ഉണ്ടാവുമല്ലോ, നാട്ടിലുണ്ടാവും, ഇവിടെ ഉണ്ടാവും. അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. ഇങ്ങനെ നിസ്കരിക്കുക. പിന്നെ 8 നിസ്കരിക്കുക. 8 എന്ന് പറഞ്ഞ തറാവി ഇല്ല. അങ്ങനെ ഒരു തറാവി ഇല്ല. ഒരാൾക്ക് 8 നിസ്കരിക്കാനാ സൗകര്യപ്പെട്ട് എന്നാൽ അത് നിസ്കരിക്കുക. അല്ല 4 റക്അത്ത് നിസ്കരിക്കാൻ പറ്റി അത് നിസ്കരിക്കുക. തറാവി 20 കേട്ടോ. സൗകര്യപ്പെട്ടത് അവനക്ക് നിസ്കരിക്കുക, അതിനുള്ള കൂലിയും കിട്ടും. നേരെ മറിച്ച് തറാവി 8 ആളെന്നുള്ള ആൾക്ക് നിസ്കരിച്ചാൽ ഒന്നോട്ട് കിട്ടൂല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. പിന്നെ ചില ആളുകൾക്കുള്ള സംശയം, തറാവീഹ് കഴിഞ്ഞ് പല പള്ളികളിലും ഇപ്പോൾ UAE പല സ്ഥലത്തും 8, 3, 11 ഇങ്ങനെയാണ് നിസ്കരിക്കുന്നത്. അപ്പോൾ വിത്ർ നിസ്കരിച്ചതിന് ശേഷം പിന്നെ പൂർത്തിയാക്കാൻ പറ്റുമോ തറാവീഹ് എന്ന് ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് പറ്റുമെന്നാണ് പറയാനുള്ളത്. എങ്ങനെ? ഉത്തമല്ല എങ്കിലും പറ്റും. എങ്ങനെ? തറാവീഹ് വിത്ർ 3, തറാവീഹ് 8 നിസ്കരിച്ചു, പിന്നെ വിത്ർ 3 നിസ്കരിച്ചു ഇമാമിൻ്റെ കൂടെ. എന്നതിന് ശേഷം പിന്നെ ഒറ്റക്ക് ബാക്കിയുള്ള 12 റക്അത്ത് തറാവീഹ് പിന്നെ പൂർത്തിയാക്കി. അതിന് കുഴപ്പമില്ല, സഹീഹാണ്. പിന്നെ സാധ്യമാകുകയാണെങ്കിലോ, അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിത്തർ എന്ത് ചെയ്യുക, ലാസ്റ്റേക്ക് പിന്തിക്കാൻ, അതാണ് ഏറ്റവും ഉത്തമം എന്നേ ഉള്ളൂ. ശരിയാവും. പക്ഷെ ഒരിക്കൽ വിത്തർ നിസ്കരിച്ച് കിടങ്ങി പിന്നെ രണ്ടാമത് അത് ആവർത്തിക്കരുത്. വിത്തർ ആദ്യം നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് ആവർത്തിക്കരുത് എന്നേ ഉള്ളൂ. തറാവീഹ് പൂർത്തിയാക്കാം. അങ്ങനെ സൗകര്യപ്പെടുന്നവർക്ക് അങ്ങനെ ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട, എത്ര നിസ്കരിച്ചാലും അത് ശരിയായ രൂപത്തിൽ, ബാത്തിലാകാത്ത രൂപത്തിൽ നിസ്കരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. അതാണ് ഈ വോയിസിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും ഒരു സാലിഹായ അമലായി കബൂലാക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ അമലുകളും നീ പരിപൂർണമായി സ്വീകരിക്കണേ അല്ലാഹ്. നോമ്പും നിസ്കാരവും മറ്റ് എല്ലാ അമലുകളും തറാവീഹ് നിസ്കാരം എല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്.
നീ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അത് സ്വീകരിക്കാൻ വേറെ ആരുമില്ല റബ്ബേ. അതിന് കൂലി തരാൻ വേറെ ആരുമില്ല റബ്ബേ. നീയാണ് റബ്ബേ കൂലി തരാനുള്ളത്. നീ അത് കബൂലാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സനിൻ്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും മരണം ഹൈറാകുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട പലർക്കും പലവിധ അസുഖങ്ങളുണ്ട്. നീ സുഖപ്പെടുത്തണേ അല്ലാ. നീ സുഖപ്പെടുത്തണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് അവരെയും ഞങ്ങളെയും കാത്തു രക്ഷിക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബെ, പല മുറാദുകളും പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി പലരും പറഞ്ഞിട്ടുണ്ട് റബ്ബെ. അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. ജോലിയിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് റബ്ബെ. ജയിലിൻ്റെ അകത്ത് അകപ്പെട്ടവരുണ്ട് റബ്ബെ. എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാ. റബ്ബെ, എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തിനും പൊറുക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.